രണ്ടാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10 മുതൽ 14 വരെ. തോട്ടം നനപ്പാൻ ഒരു നദി ഏതെന്ന് പുറപ്പെട്ടു, 4 ശാഖകളായി തിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. ഹവീലാ ദേശമൊക്കെയും ചുറ്റുന്നു. 13-ാമത്തെ വാക്യം. രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. ഹിദക്കേൽ എന്ന് പേർ. അത് അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാം നദി ഫ്രാത്ത് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവികാലോചന നാം കേട്ട് കഴിഞ്ഞല്ലോ. വീണ്ടും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദനിൽ വെളിപ്പെട്ട ഒരു നദിയെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണയായി പല നദികളായി ഒഴുകി വന്ന് സമുദ്രത്തിൽ ചേരുന്നത് പോലെ പല നദികൾ കടന്നു വന്നാണ് ഒരു വലിയ നദിയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ഏദനിലെ നദിയുടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. അത് ഒന്നായിട്ട് ഒഴുകി വന്നതിന് ശേഷം 4 ശാഖകളായി പിരിഞ്ഞ് 4 ശാഖകളായി മാറി ഏദനെ മുഴുവൻ നനയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏദൻ തോട്ടം പുതിയ നിയമസഭയെ സംബന്ധിച്ച് ദൈവത്തിന്റെ സഭയാണ്. ഏദൻ തോട്ടം നിഴലും ദൈവത്തിന്റെ പുതിയ നിയമസഭ പൊരുളുമാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട ആ നദി, ശാഖകളായി പിരിഞ്ഞ നദി, പല പേരുകളുള്ള ആ നദി, എല്ലാ പേരുകളും ചിന്തിക്കാനുള്ള സമയം ഉണ്ടെന്ന് അറിയത്തില്ല. ശാഖകളായി പിരിഞ്ഞ ആ നദി പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ഏദൻ തോട്ടത്തെ കാണിക്കുമ്പോൾ പൊരുളായി, പുതിയ നിയമത്തിൽ അത് ദൈവസഭയെ കാണിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ഒഴുകപ്പെട്ട നദി, ശാഖകളായി പിരിഞ്ഞ നദി പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ നദിയെ കാണിക്കുന്നു. നിഴലും പൊരുളും തമ്മിലുള്ള പഠനങ്ങളെ കുറിച്ച്, ടൈപ്പോളജിക്കൽ സ്റ്റഡീസിനെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചായിരുന്നു. പല മോശ ഉയർത്തിയ പിച്ചളസത്വം, അതുപോലെ കർത്താവിനെ ഉയർത്തേണ്ടതാകുന്നു. സമാഗമന കൂടാരത്തിനെ ചിന്തിക്കും. അങ്ങനെ ടൈപ്പോളജിക്കൽ സ്റ്റഡീസ് ഒരുപാട് ദൈവത്തിൽ കാണാൻ കഴിയും. പഴയ നിയമത്തിൽ വെളിപ്പെട്ടതും പുതിയ നിയമത്തിൽ അത് പൊരുളായി പ്രകൃതമായ കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ പുതിയ നിയമസഭയിൽ വെളിപ്പെട്ടൊഴുകുന്ന പരിശുദ്ധാത്മ നദിയെക്കുറിച്ചാണ് നമ്മൾ പഴയ നിയമത്തിൽ നിന്നുള്ള നിഴലിൽ നിന്നുള്ള ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ നദിയെ കുറിച്ച് പ്രാരംഭമായി യേശു കർത്താവ് വെളിപ്പെടുത്തുന്നത്. യേശു കർത്താവ് തന്റെ ശുശ്രൂഷകൾ ചെയ്യുന്ന സമയത്ത് തന്നോടൊപ്പമായിരുന്നു ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ യേശുവിന് വ്യക്തമായി അറിയാമായിരുന്നു താൻ ഒരു ദീർഘ കാലഘട്ടത്തിലേക്കല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. ഏകദേശം 33 വയസ്സ് വരെ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ പ്രീ പ്ലാൻഡായ പദ്ധതിയോടുകൂടിയാണ് കർത്താവ് ഇറങ്ങി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സത്യം യേശു കർത്താവിന് അറിയാവുന്നത് കൊണ്ട് യേശു കർത്താവിന്റെ ശിഷ്യന്മാരോട് താൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പലപ്പോഴായി ദൂത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുതെന്ന് സാത്താൻ പത്രോസിന്റെ ഉള്ളിൽ കടന്ന് പറയുമ്പോൾ കർത്താവ് സാത്താനെ ശാസിക്കുന്നത് കാണാം. അപ്പോൾ ഒരു കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് കർത്താവ് വന്ന് ഇവിടെ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങൾ ചെയ്യുവാൻ മാത്രമല്ല, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത് ഭാഗത്ത് ഇരിപ്പാനായിട്ടാണ് കർത്താവ് സഭയ്ക്ക് ദാനങ്ങൾ നൽകാനായിട്ടാണ് കർത്താവ് വന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് താൻ സംസാരിക്കാറുണ്ട്. താൻ പോകുന്നതിന് സമയം അടുത്തിരിക്കുന്നു, താൻ നിങ്ങളോട് എപ്പോഴും ഉണ്ടാകുകയില്ല എന്ന ദൂത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില ആലോചനകൾ, തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് അക്ഷരികമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ചില ചിന്തകളിലൂടെ തന്റെ ശിഷ്യന്മാർക്ക് യേശു കർത്താവ് കൈമാറുന്നത് കാണാൻ കഴിയും. 7-ാം അധ്യായം, യോഹന്നാൻ 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് അത് കാണാൻ കഴിയും. നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളിൽ 1-2 പ്രാവശ്യം അത് ധ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ഓടിച്ചെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പുറത്ത് വലിയ ഉത്സവം നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഉത്സവത്തിൽ ദാഹം ശമിക്കാത്ത, ഉത്സവം കൊണ്ട് ദാഹം തീരാത്ത ഒരു ജനത്തെ യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, എന്റെ അടുക്കലേക്ക് വരിക, ദാഹിക്കുന്ന ഇനിയും ദാഹിക്കും. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാടാണെന്ന് ഓർക്കണം.
ഇനിയും നിങ്ങൾക്ക് ആത്മാവിനോടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, ആത്മാവിനുള്ള ദാഹമുണ്ടെങ്കിൽ എന്റെ അടുക്കൽ ഓടി വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഔട്ട് ഓഫ് യുവർ ബെല്ലി എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, വയറ്റിൽ നിന്നുള്ള പദം കൂടെ അവിടെ ചേർക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒരു ഗ്ലാസിനകത്ത് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അത് നിറഞ്ഞ് തുളുമ്പി പുറത്തേക്ക് ഒഴുകണമെങ്കിൽ ആ വെള്ളം അതുപോലെ അത് ഫില്ലായതിനു ശേഷമേ അത് പുറത്തേക്ക് ഒഴുകത്തുള്ളൂ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ നദിയും. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് നിറഞ്ഞ്, നമ്മുടെ അകത്തെ മനുഷ്യരിൽ നിറഞ്ഞ് അത് കവിയുമ്പോഴാണ് അന്യഭാഷയായി, പ്രവചന ശബ്ദമായി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി വെളിപ്പെടുന്നത്. പലപ്പോഴും നമുക്ക് ആരാധനകളിൽ അത് നിറഞ്ഞ് കവിയാത്തത് കൊണ്ട് ആ ഗ്ലാസിന്റെ ആ മേളിലെ തലം വരെ നിൽക്കുന്നത് പോലെ പലപ്പോഴും ആരാധനകൾ നിന്നു പോകാൻ കാരണം അത് നിറഞ്ഞ് കവിയുന്നില്ല. പുറത്തേക്ക് വന്നാലേ അത് അന്യഭാഷയായി, പ്രവചനമായി, ദൂതായി, വെളിപ്പാടായി ഒക്കെ വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ആത്മാവിന്റെ നദി നിങ്ങളുടെ അകത്ത് നിന്നാണ് പുറപ്പെടുന്നത്. കർത്താവ് പറയുന്നത് അകത്തെ മനുഷ്യർക്ക് പുറപ്പെടുകയാണ്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഉണ്ടാകും. നമ്മൾ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെയിൻ എടുത്ത് നമ്മുടെ അകത്തു നിന്നുള്ള ശബ്ദം പുറത്തേക്ക് വരും. അപ്പോൾ അകത്ത് വെളിപ്പെടുന്ന ആത്മശക്തി നമ്മുടെ അധരങ്ങളിൽ കൂടെ, നമ്മുടെ കൈകാലുകളിൽ കൂടെ പുറത്തേക്ക് ഒഴുകുക. അതാണ് ആത്മനിറവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച്. അപ്പോൾ അതുവരെ അവർക്ക് ആത്മാവിനെ പ്രാപിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കർത്താവ് പറയാണ്, നിങ്ങൾക്കിത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്, പ്രസന്റ് ടൈമിലുള്ളതല്ല. ഫ്യൂച്ചറിൽ നിങ്ങൾ സംഭവിക്കാനുള്ള കാര്യം ആത്മാവിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അക്ഷരികമായി ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്നവൻ ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു. യേശു കർത്താവ് ഭൂമിയിലുള്ളത് കൊണ്ട് തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അക്ഷരികമായി ഇറങ്ങുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക്, വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് കഥ പറയുന്നത്, വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് യെരൂശലേമിൽ വരാൻ പോകുന്നതുകൊണ്ട് യെരൂശലേം നിങ്ങൾ വിട്ടു പോകരുത്. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനായി എന്റെ ആരോഹണത്തിന് ശേഷം വീണ്ടും 10 ദിവസം കൂടെ, 50-ാമത്തെ പെരുന്നാളിൽ 40 ദിവസം അവരോടുകൂടെ കർത്താവ് പ്രത്യക്ഷനായി. നമ്മൾ ചിന്തിച്ചതാണ്, ഞാൻ ഓടിപ്പോകുന്നത്. അവർക്ക് പ്രത്യക്ഷനായിക്കൊണ്ടത് 10 ദിവസം കൂടെ അവർ മർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാർത്ഥനയോടെ 120 ശിഷ്യന്മാർ, മറിയ ഉൾപ്പെടുന്ന ഒരു ടീം പ്രാർത്ഥനയോടെ ആയിരുന്നു. അവരുടെ നടുവിലേക്കാണ് പരിശുദ്ധാത്മാവ് 50-ാമത്തെ പെരുന്നാളിൽ, പെന്തക്കോസ്ത് പെരുന്നാളിൽ അക്ഷരികമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് യേശു തിരസ്കരിക്കപ്പെടാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് താൻ ദൂത് കൈമാറുന്നു, ഒരുവൻ ഇറങ്ങി വരുന്നു, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു ഒക്കെ ചെയ്തതാണ്. നിങ്ങൾ ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകും. എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾ ഭാരപ്പെടരുത്. ഞങ്ങളിൽ ഒരുവൻ, തൃത്വത്തിൽ ഒരുവൻ, ഓ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് കടന്നു വരുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് അങ്ങനെ പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഈ വേദഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ 3 ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് അല്ലെ. പിതാവ് നിങ്ങൾക്ക് ഒരു ദൈവം, പുത്രൻ നിങ്ങൾക്ക് ഒരു ദൈവം, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് 3 ദൈവം. ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, നിങ്ങൾക്ക് 3-4 ദൈവങ്ങളുണ്ടെന്നൊക്കെ ചിലർ കളിയാക്കാറുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോഴാണ് പ്രത്യേകമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, തൃത്വം എന്നുള്ളത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ പിതാവിനെ കുറിച്ച് കർത്താവ് സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ ഒന്നാകുന്നു എന്ന് സംസാരിക്കുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നുണ്ട്, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയെന്ന് പറയുന്നുണ്ട്.
ചെയ്യുന്നതിലധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അത് വാസ്തവത്തിൽ സംഭവിച്ചു. യേശു കർത്താവ് 3 പേരെയാണ് ഉയർത്തെഴുന്നേറ്റത്. പിന്നെ ആൾക്കാർ ഉയർത്തെഴുന്നേൽപ്പിച്ച് കാണും. ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ടാണ്. നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൽ വിഗിൾസ്വർത്ത് ഏകദേശം 21 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തതിൽ അധികം ചെയ്യും, നിങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. കരിഷ്ഠനായ പരിശുദ്ധാത്മാവ് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് കൂടെ ഇരുന്നത്, അതുപോലെ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന, കൈകാലുകളെ ചലിപ്പിക്കുന്ന, അന്യഭാഷ പറയാൻ പ്രേരിപ്പിക്കുന്ന, പ്രവചിപ്പിക്കുന്ന ഒരു ശക്തിയല്ല എന്ന് നാം മനസ്സിലാക്കണം. ശക്തി വെളിപ്പെടും പരിശുദ്ധാത്മാവ് സാന്നിധ്യം ഉണ്ടാകുമ്പോൾ. പക്ഷേ ശക്തിയല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന, കാര്യസ്ഥനായിരിക്കുന്ന യേശു നമ്മളോട് കൂടെ എങ്ങനെ നടക്കുമോ അതുപോലൊരു വ്യക്തിയായി, പേഴ്സണായി പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നടക്കാൻ കഴിയും. അപ്പോൾ നമ്മളെ ആരാധിക്കുമ്പോൾ ചിന്തിച്ചോണം, എന്റെ കൈകാലുകളിൽ ഇറങ്ങി വരുന്ന ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ്. അന്യഭാഷ മാത്രം പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ്, ഒരു പേഴ്സണാണ്. എന്റെ കൂടെ നടക്കുവാൻ, എന്നെ ഉപദേശിപ്പാൻ, സകല വഴികളെ കുറിച്ച് ബോധ്യം നൽകുവാൻ, നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുവാൻ, ചൊവ്വയുള്ള പാതയിൽ നടത്തുവാൻ എന്റെ കൂടെ ഒരു പേഴ്സൺ നടക്കുന്നുണ്ട്. അറിയാമോ? അപ്പൊ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ പോകുന്ന ജോലി മേഖലകളിൽ, സഭയിൽ, മറ്റു പശ്ചാത്തലങ്ങളിൽ ഒരുവൻ നിങ്ങളോട് കൂടെ എപ്പോഴും നടക്കുന്നുണ്ട്. കാര്യസ്ഥനായ ഒരുവൻ നിങ്ങളോട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വരെ ഒന്ന് വായിച്ചു. 13 മുതൽ 14. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്നുള്ളത്, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നുള്ളത് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. ഹല്ലേലൂയ. തൃത്വത്തിൽ ഒരുവനായി ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന കാര്യസ്ഥനായ കൂടെയുള്ള പേഴ്സണാലിറ്റി, ഹല്ലേലൂയ, അവൻ പിതാവിൽ നിന്നുള്ളതും പുത്രനിൽ നിന്നുള്ളതും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും, അറിയിച്ചു കൊണ്ടിരിക്കും. അവൻ എനിക്കുള്ളതിനെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെ എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിനെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നോക്കണമേ, അവിടെ പിതാവിനുള്ളത് കണ്ടോ, പിതാവ് അവിടെ വന്നു. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് പുത്രൻ അവിടെ വന്നു അറിയിച്ചു തരും. പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഒറ്റ വാക്യത്തിനകത്ത് വരികയാണ്. പിതാവിനുള്ളതൊക്കെ, അവൻ എനിക്കുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന ത്രിയേക ദൈവം പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അക്ഷരികമായ പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം 2-ാം അധ്യായത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്ന് പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. പ്രസംഗിക്കണമെങ്കിൽ, സാക്ഷികളാകണമെങ്കിൽ, ആത്മാവിൽ നിറയണമെങ്കിൽ ആരുടെ ശക്തി വേണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. യേശു കർത്താവിന്റെ ഐഹിക ശുശ്രൂഷയിലും കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു, ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ കർത്താവ് താൻ പിൻവാങ്ങുമ്പോൾ ആരോഹണ സമയത്ത് ഗ്രേറ്റ് കമ്മീഷൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, ആരാധനകൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായേ പറ്റുള്ളൂ. ഓർഗൻ ഉണ്ടായാലും, മൈക്ക് നല്ല സൗണ്ടുള്ള മൈക്കായാലും, എത്ര ആരാധന ഉപകരണങ്ങൾ ഉണ്ടായാലും ശക്തി ലഭിക്കത്തില്ല. ശക്തിയുടെ പിന്നിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ശക്തി ലഭിച്ചതിന് ശേഷം പോവുക. യഹൂദയിലേക്ക് പോകണം, യെരൂശലേമിലേക്ക് പോകണം, ശമരിയയിലേക്ക് പോകണം. പക്ഷെ ശക്തി പ്രാപിക്കണം. ശക്തി എവിടെ പ്രാപിക്കാൻ പറ്റും? നിങ്ങൾ കാത്തിരിക്കുക.
പർവ്വതത്തിന്റെ ഒന്നാം നദിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ പേര് പീസോൻ എന്നാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഇത് നിഴലായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പീസോൻ എന്ന നദിയാണ് ഒന്നാം നദി. ഏതെന്ന് പുറപ്പെട്ട് ഏതെങ്കിലും നനച്ച ശാഖകളായി പിരിഞ്ഞ ആ നദികളിൽ ഒന്നാമത്തെ നദി പീസോനാണ്. പീസോൻ എന്ന പദത്തിന്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള വെള്ളച്ചാട്ടം. ഹല്ലേലൂയ. അതെവിടെ കൂടെ ഒഴുകുന്നത്? ഹവീലാദേശമൊക്കെയും അത് ഒഴുകുന്നു. ഹവീല എന്ന പദത്തിന്റെ അർത്ഥം വേദന സഹിക്കുന്നവരുടെ ദേശം. ഹല്ലേലൂയ. അപ്പോൾ ഭയപ്പെട്ട് പിന്മാറി നിങ്ങൾ ആ സാഹചര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. 3.5 വർഷം അവരോട് കൂടെ കർത്താവ് എന്ത് ചെയ്തു? നടന്ന അത്ഭുതങ്ങൾ ചെയ്ത് കർത്താവ് പെട്ടെന്ന് കർത്താവ് പിടിക്കപ്പെടുന്നു. പെട്ടെന്ന് കർത്താവിനെ ക്രൂശിൽ അവർ തറച്ചു കൊല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായി ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള ഭയം നിങ്ങളൊന്ന് ആലോചിച്ച്. ഇടയിലെ വെട്ടും ആടുകൾ ചിതറുന്നു പറഞ്ഞതുപോലെ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയമായി. യേശുവിനെ ക്രൂശിച്ചതുപോലെ ഞങ്ങളെയും ക്രൂശിക്കുമോ? യേശുവിനെ പിടിച്ചതുപോലെ ഞങ്ങളെയും പിടിക്കുമോ? അവരുടെ ഉള്ളിൽ ഭയമായി. 120 പേരടങ്ങുന്ന ഒരു സംഘമാണ്. അതുപോലെ ബാക്കിയുള്ളവരെല്ലാം ചിതറിപ്പോയി. ഈ 2 പേരായി പട്ടണങ്ങളിലേക്കും ഊരുകളിലേക്കും ഒക്കെ കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. എന്നാൽ അവരൊന്നും അവിടെ കാണുന്നില്ല. 120 പേരെ മാത്രമാകുന്ന ഒരു ചെറിയ സംഘമായി അവർ ചുരുക്കപ്പെട്ടു. അകത്ത് ഭയമാണ്. ഭയപ്പെട്ടു മർക്കോസിന്റെ മാളികമുറിയിൽ കർത്താവ് പറഞ്ഞ ദൂതോർത്ത് ആരാധിക്കാനായിട്ടിരിക്കുകയാണ്. അടച്ച യഹൂദന്മാരെ ഭയപ്പെട്ട്. എന്നാൽ ഭയപ്പെട്ടിരുന്ന ജനത്തിന്റെ നടുവിലേക്ക് സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയൊരു മുഴക്കമുണ്ടായി. അവരിരുന്ന് വീട് നിറച്ചു. എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി അഗ്നിജാലം പോലെ പിളർന്നിരിക്കുന്ന നാവുകളവർക്ക് പ്രത്യക്ഷമായി എല്ലാവരും പകഞ്ഞു. എല്ലാവരും അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചു. എവിടേക്ക് പോയി ഭയമെന്ന് അറിയത്തില്ല. എവിടേക്ക് പോയി നിരാശ എന്നറിയത്തില്ല. എവിടേക്ക് പോയി അസ്വസ്ഥത എന്നറിയത്തില്ല. അകത്തൊരു ധൈര്യം വ്യാപരിച്ചു. അകത്തൊരു പവർ വെളിപ്പെട്ടു. പത്രോസ് 10 പേരോട് കൂടെ പുറത്തേക്ക് ഇറങ്ങി. യഹൂദന്മാരോട് ഭയപ്പെട്ടിരുന്ന ഒരു കൂട്ടം യഹൂദന്മാരുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവും ദൈവവുമായവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കാൻ തയ്യാറാകും? അവരുടെ ഭയം മാറി. ഹവീല ദേശത്താണ് ഈ നദി ഒഴുകിയത്.
രണ്ട്, യഹൂദന്മാർ ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വീണ്ടും മൂന്നാമത്, യഹൂദന്മാർ വീണ്ടും ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് ദൈവം ചെയ്തത്? ദൈവം ചെയ്തതെന്നാണെന്ന് പത്രോസ് പ്രസ്താവിക്കുന്നു. ക്രിസ്തുവിനെ അവൻ ലോകരക്ഷിതാവായി വെളിപ്പെടുത്തിയിരിക്കുന്നു. രണ്ട്, മരണപാശങ്ങൾ അഴിച്ച് ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ അവൻ ദൈവമാക്കി വെച്ചു. മാത്രമല്ല, മരണപാശങ്ങളെ അഴിച്ച് കർത്താവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. മൂന്ന്, അവനെ ക്രിസ്തു കർത്താവുമാക്കി വെച്ചു. ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങളാണ് പത്രോസ് എന്ന പ്രസംഗത്തിൽ പറയുന്നത്. ദൈവത്തോടുള്ള സമത്വത്തിലിരുന്ന പുത്രനായ കർത്താവ് ജനത്തിൽ വെളിപ്പെട്ട്, വചനമായിരുന്നവൻ മറിയയുടെ ഉദരത്തിൽ വെളിപ്പെട്ട് 33 വർഷക്കാലം ഈ ലോകത്ത് സഞ്ചരിച്ച് അത്ഭുതങ്ങളെ ചെയ്തവനെ ദൈവമാക്കി പിതാവ് ആക്കിയവൻ പ്രസ്താവിച്ചു. രണ്ട്, മരണവാസങ്ങളെ അടിച്ചിട്ട് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവനെ ക്രിസ്തുവും ദൈവമാക്കി മാറ്റി. ഇനി യഹൂദന്മാരോട് പറയാം, നിങ്ങൾ എന്താണ് അവനെ ചെയ്തത്? ദൈവമാക്കാൻ, ക്രിസ്തുവാക്കാൻ, മരണവാസങ്ങളെ അടിച്ച് അവനെ കർത്താവാക്കാൻ ആഗ്രഹിച്ച പിതാവായ ദൈവം ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ എന്താ ചെയ്തത്? മൂന്ന് കാര്യങ്ങൾ. നിങ്ങൾ ക്രിസ്തുവിനോട് മറുത്തു നിന്നു. രണ്ട്, നിങ്ങൾ ക്രിസ്തുവിനെ അധർമ്മികളുടെ കയ്യിലേൽപ്പിച്ചു. മൂന്ന്, നിങ്ങൾ ക്രൂശിൽ അവനെ തറച്ച് കൊന്നു. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവന്റെ അകത്ത് കുത്തുകൊണ്ടു. ഹല്ലേലൂയ. അവർ കുത്തുകൊണ്ടിട്ട് പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം? സംഭവിച്ചു പോയി, ഞങ്ങൾ എന്ത് ചെയ്യണം? യഹൂദന്മാരെ, നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും മാനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനം പ്രാപിക്കുക, യേശു കർത്താവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. അപ്പോൾ ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ, യഹൂദന്മാർക്ക് സംഭവിച്ച തെറ്റ് മൂന്ന് കാര്യങ്ങൾ, അതിന് പ്രായശ്ചിത്തമായ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ പത്രോസിന്റെ പ്രസംഗത്തിൽ വന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, പാപങ്ങളുടെ മോചനം പ്രാപിക്കണം. മാത്രമല്ല, ഹല്ലേലൂയ, ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കണം. അപ്പോൾ ഈ ആദ്യം ഒഴുകപ്പെട്ട നദി പീശോൻ, അതേപോലെ ഒഴുകി ഹവീലാ ദേശത്തിലേക്ക് വേദന സഹിച്ച, നിരാശപ്പെട്ട ഒരു ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും നിരാശയിൽ ഏതെങ്കിലും മേഖലയിലായിരിക്കുന്നെങ്കിൽ നിങ്ങളെ വിടുവിക്കാൻ നിങ്ങളുടെ പാസ്റ്റർക്കോ നിങ്ങളുടെ ചാർച്ചക്കാർക്കോ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ഒന്നും കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്താൻ കഴിയും, ഭയത്തെ മാറ്റാൻ കഴിയും, നിരാശയെ മാറ്റാൻ കഴിയും, അലസതയെ മാറ്റാൻ കഴിയും. സ്ത്രീ സാഹചര്യങ്ങളെ പൊളിച്ചെഴുതി അത്ഭുതത്തെ ചെയ്യാൻ ആത്മസാന്നിധ്യത്തിലേ വരികയുള്ളൂ. രണ്ടാമത്തെ നദിയെ കുറിച്ച് ഒന്നും തൊട്ട് പറഞ്ഞു പോകാനുള്ള സമയമുള്ളൂ. രണ്ടാമത്തെ നദിയുടെ പേര് ഗീഹോൻ. ഞാൻ നിങ്ങൾ പഠിച്ചത് ഗീഹോൻ തിയോളജിക്കൽ സെമിനാരിയിലാണ്. നമ്മുടെ ജഗമ്പറും ഞാനും ഒക്കെ പഠിച്ചത് ഗീഹോൻ. ഗീഹോൻ എന്ന പദത്തിന്റെ അർത്ഥം അമിത കൃപകൾ എന്നാണ്. അമിത കൃപകൾ. അപ്പോൾ ദൈവം അമിതമായി കൃപ പകരുന്നവനാണ്. കൃപ പകർന്നത് കൊണ്ടല്ലേ നാം ഈ ആലയത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത്? നമുക്ക് എന്ത് യോഗ്യത പറയാനുണ്ട്? നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്, പഴയ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ദൈവം അറിയാതിരുന്ന കാലഘട്ടങ്ങളില്ലേ? ദൈവത്തെ മനസ്സിലാക്കാതിരുന്ന സാഹചര്യങ്ങളില്ലേ? പാപത്തിൽ ജീവിച്ച സാഹചര്യങ്ങളില്ലേ? ദൈവം എന്തുകൊണ്ടാണ് നമ്മെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? കൃപ പകർന്നത് കൊണ്ട്. ഗീഹോൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മുടെ ഇവിടെ ആയിരിക്കുന്നത്. അമിത കൃപ കൊണ്ട്, ദൈവം പകർന്ന അമിത കൃപ കൊണ്ടാണ് ദൈവം നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ഗീഹോൻ എന്ന പേരിന് അമിത കൃപകൾ എന്നാണ് അർത്ഥം. ഇത് എതുവഴി ഒഴുകുന്നതാണ് ഞാൻ തന്നെ പ്രസംഗിച്ച പോലെ നിങ്ങളോട് ശ്രദ്ധിക്കുന്നതോ അറിയണം. എവിടെ എതുവഴി ഒഴുകുന്നു? കൂശദേശം വഴി ഒഴുകുന്നു. കൂശദേശം, കൂശ് എന്ന പദത്തിന്റെ അർത്ഥം കരിഞ്ഞ മുഖം ഉള്ളവൻ. കരിഞ്ഞ മുഖമുള്ളത് ആരുണ്ട്? കരിഞ്ഞ മുഖമുള്ളവൻ ഇല്ല. കൂശദേശം എന്ന് വെച്ചാൽ കരിഞ്ഞ മുഖമുള്ളവൻ. കരിഞ്ഞ മുഖമുള്ളവൻ അവർ ആ പദം ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കൻ ജനത്തെ തന്നെയാണ്. കൂശ് ദേശത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ആഫ്രിക്കയാണ് കൂശ് ദേശം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉണർവ് നടക്കുന്നതും അത്ഭുതം നടക്കുന്നതും ആഫ്രിക്ക, നൈജീരിയ പട്ടണങ്ങളിലാണ്. ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടൊരു ജനം, തകർക്കപ്പെട്ടൊരു ജനം പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം നിങ്ങൾ കേട്ടിട്ട് ചിലര് ഇങ്ങനെ തുമ്പി വീഴുന്നുണ്ട്, ചിലര്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങളായി ആഫ്രിക്കയും നൈജീരിയയും ഒക്കെ മാറ്റപ്പെട്ടു. കൂശ് ദേശം നോഹയുടെ മകൻ ഹാമിന്റെ തലമുറക്കാർ പാർത്ത സ്ഥലമാണ് കൂശ് ദേശം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 18 മുതൽ 27 വരെ വാക്യങ്ങൾ വായിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. വായിക്കുമ്പോൾ നമുക്ക് കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. നോഹയെ ദൈവം അനുഗ്രഹിക്കുന്നു, അല്ലെ? നോഹ ജലപ്രളയത്തിന് നടുവിൽ നോഹ ദൈവത്തിന് വേണ്ടി നിന്നു. നോഹയെ ദൈവം അനുഗ്രഹിച്ചു. നോഹ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നോഹ എന്നു കൃഷി ചെയ്യാൻ തുടങ്ങി. 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ ഏറ്റവും ലാഭം ഉണ്ടാകുന്ന ഏറ്റവും നല്ലതായ ഒരു കൃഷിയായി നോഹയ്ക്ക് തോന്നിയത് മുന്തിരിയുടെ കൃഷിയാണ്. മുന്തിരി പെരുകാനായിട്ട് തുടങ്ങി. നോഹ എന്ത് ചെയ്തു? വീഞ്ഞുണ്ടാക്കി. വീഞ്ഞ് പെരുകിയപ്പോൾ നോഹ അത് സേവിക്കാനുള്ള തുടങ്ങി. വീഞ്ഞ് പെരുകി അത് സേവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം നോഹ വീഞ്ഞ് നല്ലതായ കഴിച്ച് മത്ത് പിടിച്ച് താൻ വസ്ത്രമില്ലാതെ നഗ്നനായി കിടന്നുറങ്ങുമ്പോൾ തന്റെ മകനായ ഹാം അത് കാണുകയും ഹാം തന്റെ സഹോദരന്മാരോട് അത് പോയി അറിയിക്കുകയും ചെയ്തത് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോഹ എഴുന്നേറ്റപ്പോൾ തന്റെ മകനായിരിക്കുന്ന ഹാം തന്റെ സഹോദരന്മാരെ തന്റെ നഗ്നത കാണിച്ചതറിഞ്ഞ് ഹാമിനെ ശപിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശപിക്കപ്പെട്ട ഒരു തലമുറയായി ഹാമിന്റെ തലമുറ മാറുകയാണ്. കൂശ് ദേശം ഒരു ശപിക്കപ്പെട്ട ദേശമായി. ഹാമിന്റെ പിൻതലമുറക്കാരാണ് കൂശ് ദേശത്തിൽ താമസിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തനായ നോഹയാണ്. നോഹ ചെയ്ത തെറ്റാണ്. പക്ഷെ നോഹയാൽ ശപിക്കപ്പെട്ട, പക്ഷെ അവന്റെ നഗ്നതയെ അനാവൃതമാക്കിയത് കൊണ്ട് അവൻ തന്റെ മകനെ ഹാമിനെ ശപിച്ചു. ഹാം ശപിക്കപ്പെട്ടവനായി വളർന്നു വന്നത് കൂശ് പട്ടണത്തിലാണ്. എന്നാൽ ശപിക്കപ്പെട്ട ഒരു ജനത്തോട് പിന്നത്തേതിൽ ദൈവത്തിന് കൃപ വെളിപ്പെടുന്ന കാണാൻ കഴിയും. നമുക്കറിയാം, യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിന്റെ ക്രൂശ് ചുമന്ന ഒരു മനുഷ്യനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതോട് പറഞ്ഞ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് പഠിച്ചത്? ആരാ? കുറേനക്കാരനായ ശിമോൻ. കുറേന എന്ന പട്ടണം ലിബിയയിലുള്ള ഒരു പട്ടണമാണ്. നാം ആ ഭാഗത്ത് ചിന്തിച്ചതാണത്. ലിബിയയിലുള്ള പട്ടണത്തിലുള്ള കുറേന എന്ന പട്ടണത്തിലുള്ള ചില അടിമകൾ അവർ വന്ന് താമസിച്ച് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് യേശു കർത്താവിനെ ക്രൂശിക്കുന്നത്. ഈ കുറേനക്കാരനായ ശിമോൻ എന്ത് ചെയ്തു? യേശുവിന്റെ ക്രൂശ് ചുമന്നു. ഇഷ്ടം കൊണ്ട് ചുമന്നതല്ല. വയലിൽ നിന്ന് കാര്യം വന്നപ്പോൾ അവന്റെ യേശുവിനെ ക്രൂശിക്കുവാൻ തീരുമാനിച്ച ആ പടയാളികൾ നിർബന്ധിച്ചു നിമിത്തം, സൈന്യാധിപർ നിർബന്ധിച്ചു നിമിത്തം, നിർബന്ധത്താൽ അവൻ ക്രൂശ് ചുമന്നു. കൂശ് ദേശക്കാരനായിരിക്കുന്ന ആഫ്രിക്കൻ വംശജനായിരിക്കുന്ന ലിബിയയിലെ കുറേനക്കാരനായിരിക്കുന്ന ഈ ശിമോൻ കർത്താവിന്റെ ക്രൂശ് നിർബന്ധത്താൽ ചുമന്നു. എന്നാൽ പിന്നീട് നാം വായിക്കുമ്പോൾ ഈ ശിമോനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഉപദേഷ്ടാവായി പിന്നത്തേതിൽ മാറുന്നു, പ്രവാചകനായി പിന്നത്തേതിൽ മാറുന്നു. അവന് 2 തലമുറകൾ ആരൊക്കെ അറിയാമോ? ലുഹോസും അലക്സാണ്ടറും. അവർ രണ്ടുപേരും കർത്താവിൽ പ്രസിദ്ധരായി മാറുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഹവാല ദേശത്ത് അല്ലെങ്കിൽ കൂശ് ദേശത്ത് ഒഴുകിയ ആത്മനദി, ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നദി ശാപത്തെ മാറ്റി, രോഗത്തെ മാറ്റി, അസ്വസ്ഥതയെ മാറ്റി, ആത്മനിറവോടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളോടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 നദികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. 2 നദികളെ കുറിച്ച് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. സമയം നമ്മുടെ മുന്നിലുണ്ടോ? ഹല്ലേലൂയ. ഒരുമിച്ച് എഴുന്നേറ്റ് നാം ആരാധിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും 2000 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും തുടരുന്ന ഹല്ലേലൂയ മർക്കോസിന്റെ മാളിക മുറിയിൽ വെളിപ്പെട്ട അതേ ആത്മശക്തിയിൽ ഈ 2000 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നുണ്ട്. അന്ന് അവരുടെ നാവിൽ വെളിപ്പെട്ട ഭാഷകൾ ഇന്ന് നമ്മുടെ അധരങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് ദൈവം നമ്മുടെ മേൽ പകർന്ന സാന്നിധ്യം, അന്ന് അവരുടെ മേൽ പകർന്ന സാന്നിധ്യം ഒട്ടും കുറയാതെ നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല അസ്വസ്ഥതകൾക്കും സകല വേദനകൾക്കും വേദന സഹിക്കുന്നവരുടെ ദേശത്തു കൂടെ ഒഴുകിയ നദി പോലെ നമ്മുടെ സകല അസ്വസ്ഥതകൾക്കും പരിഹാരവും വിടുതലും പരിശുദ്ധാത്മ നദിയിലാണ്. ആ പരിശുദ്ധാത്മ നദിയെ, കാര്യസ്ഥനെ ഈ ദേശത്തേക്ക് അയച്ച കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. രാജാതിരാജൻ മടങ്ങി വരാൻ പോവുകയാണ്. ആകാശവേഗത്തിൽ അവൻ